അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ദ സെക്കൻഡ് ലുക്ക് എന്ന ഒരു വീടിൽ ഒരു വലിയ ആശയം നിറച്ച് നടക്കുന്ന ജില്ലാ സാഹിത്യോത്സവിൻ്റെ ഒരു ശ്രദ്ധേയമായ വേദിയാണ് നമ്മുടെ കഥാബുക്ക്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പഠനങ്ങളും ചർച്ചകളും നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ ഈ ആശയത്തിൻ്റെ ഉൾച്ചേർന്നുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ഏരിയയാണ് യഥാർത്ഥത്തിൽ ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലം എന്നുള്ളത്. മനുഷ്യരുടെ പുറമോടികൾ കണ്ട് ഭരണനിർവഹണങ്ങൾ നടത്തി കഴിഞ്ഞു പോവാതെ അവരുടെ ഉള്ളുകളിലേക്ക്, മനുഷ്യരുടെ അകത്തളങ്ങളിലേക്ക്, അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു ഭരണാധികാരി ഭരണം നിർവഹിച്ചതിനെ നമുക്ക് സമാനതകളില്ലാത്ത വിധം ചരിത്രത്തിൽ വായിച്ചു പോകാൻ കഴിയും. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണസാരിത്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നീതിബോധത്തെക്കുറിച്ച് ഒക്കെ ധാരാളം കേട്ടവരും അറിഞ്ഞവരും പരിചയിച്ചവരൊക്കെ ആയിരിക്കും നമ്മൾ. ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിൻ്റെ ഭരണമാണെന്ന് ഗാന്ധിജി പറഞ്ഞതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കേൾക്കാറുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ നീതിബോധം, അവിടുത്തെ ജീവിത ലാളിത്യമൊക്കെ കുറേ കൂടി പല ഘട്ടങ്ങളിൽ കേൾക്കാനും അറിയാനും ഒക്കെ സാധിച്ചവർ കൂടിയായിരിക്കും നമ്മൾ. എന്നാൽ കുറച്ചുകൂടി ആഴത്തിൽ അവിടുത്തെ ഭരണനിർവഹണത്തിൻ്റെ ഒരു സുതാര്യതയും ശാസ്ത്രീയതയും ഒരു രാഷ്ട്രഭരണത്തിൻ്റെ ഭരണത്തലവന് കൊണ്ടുവരാൻ പറ്റുന്ന പരിഷ്കാരങ്ങളും ജനങ്ങൾക്ക് നീതി ഉറപ്പിക്കാൻ അദ്ദേഹം നടത്തിയ വലിയ ശ്രമങ്ങളുമൊക്കെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം IPB പ്രസിദ്ധീകരിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജാബിർ ബുഖാരി എഴുതിയ ഖലീഫ ഉമറിൻ്റെ രാഷ്ട്രവും രാഷ്ട്രീയവും എന്ന പുസ്തകം നമ്മൾ കുറച്ചുകൂടി ഈ ഏരിയയിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ആ പുസ്തകത്തിൻ്റെ അകക്കാമ്പ്, അതിൻ്റെ ആ പേര് വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടാനുണ്ട്. ആ അർത്ഥത്തിൽ ഖലീഫയുടെ ഭരണസാരഥ്യ കാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നമുക്കിടയിൽ നടക്കണം എന്ന ആഗ്രഹത്തിലാണ് നമ്മൾ ഈ ചർച്ച ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. അവിടുന്ന് കൊണ്ടുവന്ന കുറേ പരിഷ്കാരങ്ങളെ ഒക്കെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്ന ഘട്ടങ്ങളിൽ അവിടെ നിന്നാണ് ഈ പരിഷ്കാരങ്ങളും പലതും കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പാതിരാത്രി ഇങ്ങനെ നടക്കാനിറങ്ങുന്ന സമയത്താണല്ലോ ഈ രാവിനത്ര ദൈർഘ്യമുണ്ട് സഖേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ കവിതാലാപനം കേൾക്കുകയും തൻ്റെ സൈന്യത്തിൽപ്പെട്ട ഒരു സൈനികന്റെ ഭാര്യയുടെ ദീനരോധനങ്ങളാണിതെന്ന് മനസ്സിലാക്കിയ ഖലീഫ തിരിച്ചു വീട്ടിലെത്തിയിട്ട് മകളോട് ചോദിക്കുന്നുണ്ട്, ഒരു ഭാര്യയ്ക്ക് എത്ര കാലമാണ് ഭർത്താവിനെ വിട്ടു നിൽക്കാൻ കഴിയുക? അപ്പോൾ മകൾ പറയുന്നത് 2-3 മാസം, മാക്സിമം കൂടിയാലൊരു 4 മാസം, അതിനപ്പുറത്തൊന്നും ഈ വേർപാടിനെ, വേർതിരിഞ്ഞിരിക്കലിനെ സഹിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സൈനികർ 4 മാസത്തിലൊരിക്കൽ വീട്ടിൽ പോകണം എന്ന ഉത്തരവ് അവിടെ നിന്നാണ് വരുന്നത്. ഇങ്ങനെ കുറേ നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതിന് നമുക്ക് കാണാൻ കഴിയും. ഈ മുലകൂടി കഴിഞ്ഞ കുട്ടികൾക്ക് റേഷൻ കൊടുക്കുന്ന സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഒരു ഉമ്മ റേഷനറി കിട്ടുന്നതിന് വേണ്ടി തൻ്റെ കുഞ്ഞിന് നേരത്തെ മുലകൂടി അവസാനിപ്പിക്കുന്ന ഒരു രംഗം നേരിട്ടപ്പോൾ ആ നിയമം മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ഭരണത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യണം. നമ്മൾ ഈ ആധുനിക കാലത്തിരുന്ന് ചർച്ച ചെയ്യുമ്പം കുറേ പഠിക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും നമുക്ക് കരുതലുണ്ടാവേണ്ട കുറേ പഠനങ്ങൾ അവിടെ നിന്ന് കാണാൻ കഴിയും. പരമാവധി സ്വന്തം കുടുംബത്തിലും രക്തബന്ധങ്ങളിലൊക്കെ വന്ന ആളുകളെ
ഔദ്യോഗിക തലങ്ങളിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് പരിഗണനകൾ നൽകുന്നതിനും വിസമ്മതം പ്രകടിപ്പിക്കുകയും അത് തടയിടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഖലീഫ ഉമറിൻ്റെ കുടുംബമായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രാമുഖ്യം വേണം എന്ന് കുടുംബക്കാർ വന്ന് പറയുമ്പോൾ പോലും അതിനെ നിഷേധിക്കുന്നു. കൂഫയിലെ ഗവർണറായി ഉമർ അള്ളാഹുവിൻ്റെ മകൻ അബ്ദുള്ളയെ നിയമിക്കണം എന്ന് അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടപ്പോഴും അബ്ദുള്ളയെ അതിന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ അവിടെ നിയമിക്കുന്നു. ഇങ്ങനെയുള്ള സ്വന്തക്കാരെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം താല്പര്യങ്ങളിലേക്ക് അത് പോവാൻ പാടില്ല, തൻ്റെ അധികാരലബ്ധി അതിലേക്ക് പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് നിർവഹിച്ച ദൗത്യങ്ങളെ നമുക്കവിടെ വഹിക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു ക്രിസ്ത്യാനി ആയ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വരുമ്പോൾ അവിടെ ആ ക്രിസ്ത്യൻ കുടുംബത്തിന് ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിക്കെതിരെയുള്ള നടപടിയെടുക്കാനുള്ള അധികാരങ്ങൾ കൊടുക്കുകയും അവർക്ക് അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന നിലക്ക് അവർക്ക് വിട്ടുവെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ സുവ്യക്തമായ കൃത്യതയുള്ള ഭരണനിർവഹണങ്ങളെ നമുക്ക് വായിച്ചു പോകാൻ കഴിയും. ഈ റമാദ് ക്ഷാമകാലത്ത് അദ്ദേഹം വ്യക്തിപരമായി ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ക്ഷാമം നേരിട്ടപ്പോൾ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ജനങ്ങൾ വലയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നിന്ന് ചെയ്യുന്നത് സ്വന്തമായി സാധാരണ കഴിക്കാറുള്ള നെയ്യും ഇറച്ചിയൊക്കെ ഒഴിവാക്കി കൂടുതൽ ലളിതമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഈ ക്ഷാമം മാറുന്നത് വരെ ഞാൻ ഇതൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറുകയും അതിനെ തുടർന്ന് കുറേ മാസങ്ങൾ ഈ ക്ഷാമം നേരിട്ടതിൻ്റെ പേരിൽ ഖലീഫയുടെ ശരീരമാകെ ഉണങ്ങിപ്പോയിരുന്നുവെന്ന് കൂടെയുള്ള സഹാബത്ത് പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ക്ഷാമം കൂടുതൽ അധികരിച്ചപ്പോൾ ജനങ്ങൾ വറുതിയിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവിടുന്ന് ചെയ്യുന്നത് തൻ്റെ പ്രവിശ്യയിൽപ്പെട്ട ബസറയിലെയും ഈജിപ്തിലെയൊക്കെ ഗവർണർമാർക്ക് ഒരു കത്തെഴുതുകയാണ്. എന്നിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ നാടിൻ്റെ സ്ഥിതിഗതികളൊക്കെ വിവരിച്ചിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ട്, നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്തു കൊടുക്കുകയും അതിനടിസ്ഥാനത്തിൽ അവിടുന്ന് ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ വഴി ഒട്ടകങ്ങളെ വിവിധങ്ങളായ ധാന്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞയക്കുന്ന രംഗം ചരിത്രം പറയുന്നത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഒട്ടകങ്ങൾ മദീനയിലെത്തുമ്പോഴും ആ ഈജിപ്തിൽ നിന്ന് വീണ്ടും ഒട്ടകങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത്രയും ധാന്യങ്ങളെയും ഈ ഒട്ടകങ്ങളെയൊക്കെ അവിടെ എത്തിക്കാനും അവരുടെ ഓരോ വീടുകളിലും മദീനയിലെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ഓരോ വീടുകളിലേക്കും ഓരോ ഒട്ടകങ്ങളും ആ ഒട്ടകപ്പുറത്ത് വന്ന ധാന്യങ്ങളും എത്തിച്ചു കൊടുത്ത് അവർക്കൊക്കെ സുഭിക്ഷമായി ഭക്ഷണം എത്തിക്കാൻ നടത്ത് ജാഗ്രത കാണിച്ച ഒരു ഭരണാധികാരിയെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതിങ്ങനെ നമ്മൾ കുറേ കൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ ആഴത്തിലുള്ള കുറേ ചർച്ചകളിലേക്ക് പോകേണ്ട ഏരിയയാണ്. സൈന്യങ്ങൾക്കിടയിലെ അധികാരങ്ങൾക്കിടയിലെ വിഭജനങ്ങൾ വ്യത്യസ്ത ഏരിയകളാക്കി തിരിച്ച് ഒരാളിലേക്കോ രണ്ടാളുകളിലേക്കോ ഭരണം കേന്ദ്രീകരിക്കാതിരിക്കാൻ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അധികാരങ്ങളെ വിഭജിച്ചു കൊണ്ടുവരുന്നു. ആ അധികാരങ്ങൾക്ക് വിവിധങ്ങളായ ചുമതലകൾ കൊടുക്കുന്നു. ആ ചുമതലകളുടെ നിർവഹണങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഉള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് ഒരു ശാസ്ത്രീയ സംവിധാനത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ്. ജില്ലകൾ രൂപീകരിക്കുന്നു. 8 പ്രവിശ്യകളിലായി വിശാലമായിരുന്ന ഇടങ്ങളിൽ ജില്ലകൾ വരുന്നു, ഉപജില്ലകൾ വരുന്നു. ഈ ജനസംഖ്യാനുപാതികമായി ഖാദിമാരെ നിശ്ചയിക്കുന്നു. ഇതൊക്കെ പുതിയ കാലത്തും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്ന സമയത്ത് വിശേഷിച്ച് നമ്മുടെ ജില്ല ഒരു വിഭജനവും വികേന്ദ്രീകരണവും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജില്ലകൾക്കിടയിൽ സംഭവിക്കണം എന്ന് ജനങ്ങളിൽ നിന്ന് മുറവിളി വരുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് സർക്കാരുകളുടെ പൊതുഖജനാവുകളിൽ നിന്ന് ചെലവഴിക്കപ്പെടാവുന്ന പണത്തിൻ്റെ ആധിക്യത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് നീതീകരിക്കാൻ കഴിയുക? ഒരു ജനസംഖ്യാനുപാതികമായ നീതി നിർവഹണങ്ങൾ നമ്മുടെ രാജ്യത്ത് സിസ്റ്റമാറ്റിക്കായി കടന്നു വരേണ്ടതുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ജില്ലകൾ രൂപീകരിക്കുന്നിടത്ത് ഉപജില്ലകൾ രൂപീകരിക്കുന്നിടത്തൊക്കെ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അത് ഭൂപ്രദേശങ്ങൾ നിശ്ചയിച്ചാകാം, ജനസംഖ്യാനുപാതികമായിട്ടാകാം. ഇങ്ങനെ ഒരു നീതി നിർവഹണങ്ങൾക്ക് ഈ ഭരണനിർവഹണങ്ങളുടെ കാര്യാലയങ്ങൾക്ക് കീഴിൽ വരുന്ന സംവിധാനങ്ങളുടെ
ഒരു ബൗണ്ടറി നിശ്ചയിച്ച് അത്തരത്തിലുള്ള ഒരു നീതീകരണമായ സമീപനത്തിലേക്കുള്ള പഠനങ്ങൾ നമുക്കിടയിൽ നടക്കേണ്ട കാലത്ത്, വിശേഷിച്ചും പുതിയ സർക്കാർ അത്തരം ഒരു വിഷയങ്ങളിലേക്ക് ഊന്നിക്കൊണ്ട് ഉള്ള പഠനങ്ങളിലേക്ക് ഈ ആവശ്യങ്ങളെ, ജനങ്ങളുടെ നിരന്തരമായി ഈ ആവശ്യങ്ങളെ കേൾക്കാൻ, അതിൻ്റെ ഒരു പരിഹാരത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ഉണ്ട് എന്ന ഒരു ശുഭപ്രതീക്ഷ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു കാലത്ത് ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഈ വികേന്ദ്രീകരണ സംവിധാനങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാനും നമ്മുടെയൊക്കെ ഒരു സാമൂഹിക നിർമ്മിതിയിൽ അതൊരു വലിയ മുതൽക്കൂട്ടായി നമുക്ക് ചേർത്ത് വെക്കാനൊക്കെ കഴിയുന്ന ഇത്തരം ഏരിയകൾ നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. അത്തരം ഒരു പഠനങ്ങളിലേക്കുള്ള ഒരു തുറന്നുവെക്കലാകും ഈ പുസ്തക ചർച്ച എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഡിസ്കഷനിൽ പ്രിയപ്പെട്ട ഷരീഫ് കുറ്റൂർ സർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്, നിരന്തരമായി നമ്മുടെയൊക്കെ സാംസ്കാരിക സാമൂഹിക വേദികളിൽ പങ്കെടുക്കുന്ന നല്ല ഒരു വായനക്കാരനും ആഴത്തിൽ വായന നടത്തുന്ന ആളും സാമൂഹിക നിരീക്ഷണമൊക്കെ ആയിട്ടുള്ള ഷരീഫ് കുറ്റൂർ സാറുണ്ട്, ബൈജു പി രാമൻ സാറുണ്ട്. പെരിന്തൽമണ്ണയുടെ ഒരു പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. ഇവിടുത്തെ കലാസാഹിത്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വമാണ്. നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ജാബിർ ബുഖാരി ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. ഓരോരുത്തരും നമ്മോട് ഇങ്ങനെ സംവദിക്കും, സദസ്സിന് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവും. ആഴത്തിലുള്ള ഒരു വായനയിലേക്ക് കടക്കാൻ, നമ്മുടെ പഠനങ്ങൾക്ക് കൂടുതൽ തിളക്കമേകാൻ ഈ ചർച്ച ഒരു കാരണമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഷരീഫ് കുറ്റൂർ സാറ് സംസാരിച്ചു തുടങ്ങും. അസ്സലാമു അലൈക്കും. നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട ജാബിർ അവറുകളുടെ ഉമർ ഖലീഫയുടെ രാഷ്ട്രീയവും രാഷ്ട്രവും എന്ന പുസ്തകത്തെ അധികരിച്ചുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കിന്നലെ ഈ പുസ്തകം കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും അത് വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്യണം. ആ യാത്രാവേളയിൽ മാത്രമാണ് ഞാൻ ഈ പുസ്തകം ഒന്ന് തുറന്നു നോക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തെ നിങ്ങൾക്കറിയാലോ 1 മണിക്കൂർ കൊണ്ട് എത്ര അധ്യായം വായിച്ചു തീർക്കാൻ കഴിയുമെന്ന്. അത്രയും അധ്യായങ്ങൾ മാത്രമാണ് ഞാൻ വായിച്ചത്. പക്ഷേ തുടക്കത്തിൽ തന്നെ പ്രിയപ്പെട്ട ജാബിർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നൊരു സംസാരത്തിൽ പറയാനുള്ളത്, നമ്മുടെ ഓരോ ജനപ്രതിനിധികൾക്കും അങ്ങ് എഴുതി തീർത്ത ഈ പുസ്തകം നല്ലൊരു അനുഭവ പാഠമായിരിക്കും, നല്ലൊരു മാർഗദർശിത്വം പ്രദാനം ചെയ്യും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ആ പുസ്തകത്തിന് അദ്ദേഹം നൽകിയ പേരില്ലേ, ശീർഷകം, അതിനോട് ഓരോ വരിയിലും ഓരോ അധ്യായത്തിലും നീതി കാണിക്കുവാൻ, അതിലൂന്നിക്കൊണ്ട് തന്നെ നമ്മളോട് സംസാരിക്കുവാൻ ആ രചനയിൽ അദ്ദേഹം ശ്രമിച്ചുവെന്ന് ആദ്യത്തെ അധ്യായങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഈ പൊതുപ്രവർത്തകൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളൊന്നുമല്ല. ഒരാൾക്ക് ഞാനൊരു പൊതുപ്രവർത്തകനായി നാളെ മാറുകയാണെന്ന് അങ്ങനെ നിശ്ചയിക്കാനും കഴിയില്ല. ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ ആരുടെയും മാതാപിതാക്കൾ ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയി ഇപ്പോൾ ഇരിക്കുന്നവരുടെയും ആയവരുടെയും ഒക്കെ മാതാപിതാക്കൾ മകൻ നല്ലൊരു പൊതുപ്രവർത്തകനായാൽ മതിയായിരുന്നു എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഉണ്ടാവില്ല. എൻ്റെ മകൻ നല്ലൊരു പൊതുപ്രവർത്തകനാവണം, ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു മനുഷ്യനാവണം എന്ന് ചിന്തിച്ച രക്ഷിതാക്കൾ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മക്കൾ ഡോക്ടറാവണം, എഞ്ചിനീയർ ആകണം, അധ്യാപകനാകണം, അഭിഭാഷകനാവണം, സമ്പന്നനാവണം, ബിസിനസ്സുകാരനാവണം, ഇതൊക്കെ ബഹുഭൂരിപക്ഷം മാതാപിതാക്കളും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മാതാപിതാക്കളുടെ മോഹവലയങ്ങൾക്കപ്പുറത്തേക്കുള്ള മക്കളുടെ സഞ്ചാരമാണ് ഒരാളെ പൊതുപ്രവർത്തകനാക്കുന്നത്. മക്കൾ എന്നെക്കുറിച്ച് എൻ്റെ ഉപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്നൊരു സ്വപ്നമുണ്ടല്ലോ, അതിലേക്കും മീതെയുള്ള എൻ്റെ ഉയർച്ചയാണ് എൻ്റെ പൊതുപ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാൾ പൊതുപ്രവർത്തകനാവുന്നതോടുകൂടി അയാൾ കൂടൊഴിഞ്ഞു പോവുകയും അയാൾ അപരനിലേക്കും ചുറ്റുവട്ടത്തിലേക്കും പ്രസരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ പൊതുപ്രവർത്തകനായി തീരുന്നത്. ആ പൊതുപ്രവർത്തകനാണ് ജനപ്രതിനിധിയാകുന്നത്.
ആ ജനപ്രതിനിധിയാണ് ഭരണാധികാരിയാകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ AI വേണ്ടിയിട്ട് പുതിയ ഡിപ്പാർട്ട്മെൻറ്റും വകുപ്പും വരാൻ വേണ്ടി പോവുകയാണ്. അതെല്ലാ സംസ്ഥാനത്തും വരും, നമ്മുടെ രാജ്യത്തൊന്നാകെ വരും. പല രാഷ്ട്രങ്ങളും അതിൽ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം, വലിയ സൗകര്യങ്ങളുണ്ടായി, വലിയ മുന്നേറ്റങ്ങളുണ്ടായി, വലിയ അഭിവൃദ്ധികളുണ്ടായി. പക്ഷെ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പുസ്തകത്തിൽ പറയുകയും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പകർത്താൻ സാധിക്കാത്ത വിധം ലോകത്തെ ഭരണാധികാരികൾ അസക്തരാണ്. അവർക്കൊരിക്കലും കഴിയില്ല. എങ്ങനെയാണ് കഴിയുക? ഞാൻ പുസ്തകത്തിൽ തന്നെ ഒരു വരി ഞാൻ ഉദ്ധരിക്കാം. ഖലീഫ ഉമറുൽ ഫാറൂഖിൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ലോകത്തെ ഇന്നത്തെ 20 രാഷ്ട്രങ്ങളെക്കാളേറെ വലുപ്പമുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. ഒരു വാർഡ് കൊണ്ടു നടക്കാൻ പടാപാട് പെടുകയാണ് നമ്മൾ. 20 രാഷ്ട്രങ്ങളെക്കാളും വലുപ്പമുള്ള ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാവുക, ഭരണാധികാരിയാവുക, അവിടെ നീതിയും ന്യായവും നടപ്പിലാക്കുക. ഏതെല്ലാം ഘട്ടത്തെയാണ് ഈ ഖലീഫ പിന്തുടർന്നു പോകുന്നത്, മാത്രമല്ല പിന്നിട്ടത്. ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു. നമുക്കന്നത് വലിയ വാർത്തയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു ഭരണാധികാരിയുടെ ചരിത്രത്തിലേക്കാണ് ഈ പുസ്തകം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജനങ്ങളെ കേൾക്കാൻ ഈ ഭരണാധികാരി ഇറങ്ങിച്ചെന്നു. രാത്രിയിൽ തൻ്റെ നാട്ടുകാർ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ കാത്തിരുന്നൊരു ഭരണാധികാരി. ആളുകൾ നിദ്ര പൂണ്ട് കിടക്കുന്ന രാത്രി കട്ട പിടിച്ച ഇരുട്ടത്ത് ഒരു മനുഷ്യൻ, അത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു, ഭാര്യയെ പേറ്റിച്ചയാക്കി. ആരാന്നറിയോ? രാജ്ഞിയെ. രാജാവ് കാവലിരുന്നു, അമീറുൽ മുഅ്മിനീൻ. ഒരു വീടിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ വീട്ടിൻ്റെ അകത്തൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അവിടേക്ക് ചെല്ലുന്നു. രാത്രിയിലാണിത്. ഇതൊരു ഭരണാധികാരിയാണ്. ഇത് പകർത്താൻ ലോക രാഷ്ട്രത്തെ ഭരണാധികാരികൾക്ക് എങ്ങനെ കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു വാർഡ് മെമ്പർക്ക് എങ്ങനെ കഴിയും എന്നാണ് നമ്മുടെ ഒരു ആലോചന. അപ്പൊ എന്തിനാണ് ഈ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്നു, നിങ്ങൾക്ക് കേട്ട ചരിത്രമാണ്, നിങ്ങൾ പഠിച്ച ചരിത്രമാണ്. അതിൽ പറയുന്നത് അവർക്ക് പ്രസവ വേദനയാണ്. അപ്പൊ പേരെടുക്കാൻ പേറ്റിച്ചില്ല. ഉടനെ തൻ്റെ വീട്ടിലേക്ക് ഓടിയിട്ട് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്ന്, ഭാര്യ ആ പ്രസവം പേറ്റിച്ചിയായി മാറുകയാണ്. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രത്തലവന്റെ ഭാര്യ ഒരു ചെറ്റക്കുടിലിൽ ഒരു സാധാരണക്കാരി പെൺകുട്ടിയുടെ പേറ്റിച്ചിയായി മാറുന്നു. ഇത് ലോകത്ത് ഇന്നും അത്ഭുതമാണ്. വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായില്ലേ, അത്ഭുതങ്ങൾ ഉണ്ടായില്ലേ. നമ്മളെ പത്രങ്ങളും മീഡിയകളും സോഷ്യൽ മീഡിയകളും ഇന്നും ഇപ്പൊ വെറുതെ ഒന്ന് തുറന്നു നോക്കൂ, ഒരു അത്ഭുത വാർത്ത തരാനാണ് അവര് കാത്തിരിക്കുന്നത്. ഇതിന് മറുവാക്ക് എവിടെ? ഇതിനൊരു മറുചരിത്രം എവിടെ? പിന്നീടാണ് മനസ്സിലാകുന്നത് ഈ പേര് നടത്തിയത് രാജ്ഞിയാണെന്നും അതിന് ഈ ടെന്റിന്റെ പുറത്ത് കാവലിരിക്കുന്നത് ഖലീഫയാണെന്നും അവർക്ക് മനസ്സിലാകുന്നത് പിന്നീടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഏതെല്ലാം ഘട്ടത്തെയാണ് അദ്ദേഹം അനായാസന കൈകാര്യം ചെയ്തത്. നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖലീഫ ഉമർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റേഷനിങ് സിസ്റ്റം നടപ്പിലാക്കി. നിങ്ങൾ കോവിഡ് കണ്ടവരല്ലേ? ഇതിനേക്കാളും ഭീകരമായ ആധുനിക വൈദ്യശാസ്ത്രം ഇത്രമേൽ പുരോഗതി പ്രാപിക്കാത്ത കാലത്ത് ഇതിനേക്കാളും ഭീകരമായ മഹാമാരി കാലത്തെ എത്ര കൃത്യമായി ആ മനുഷ്യൻ അഭിസംബോധനം ചെയ്തു. ഖലീഫ ഉമറിന്റെ ഭരണത്തിന്റെ പ്രവിശ്യയുടെ സാമ്രാജ്യത്വത്തിന്റെ അകത്തുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഈ പുസ്തകത്തിന്റെ ഏതാനും വരികൾ നിങ്ങളോട് വർത്താനം പറയും. പുതിയ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളത് വായിക്കുമ്പോൾ വികാരഭരിതനാവണം. എന്തെന്നറിയോ നിങ്ങൾ? ചർച്ചുകളും ജൂത ആരാധന കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ, കുരിശുകൾ, ഇതിനൊക്കെ ഖലീഫ സംരക്ഷണം ഏർപ്പെടുത്തി. നിർബന്ധമായ മതപരിവർത്തനത്തെ തടഞ്ഞു. മതപരിവർത്തനം നടത്താൻ പാടില്ല. ആരാ നോക്കണം രാജ്യം ഭരിക്കുന്നത്? അവിടെ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ജൂതന്മാരും സ്വസ്ഥമായിട്ട് ജീവിച്ചു. അത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖലീഫയുടെ ഭരണത്തിന്റെ കീഴിലേക്ക് ഈ രാജ്യങ്ങളൊക്കെ വരുമ്പോൾ
അവരെ ഭരിച്ചിരുന്നത് വേറെ ആളുകളായിരുന്നു, ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ ആയിരുന്നു. അവിടെ നിന്നാണ് ആ രാഷ്ട്രത്തെ ഖലീഫ പിടിച്ചെടുക്കുന്നതും ആ രാജ്യത്ത് തൻ്റെ ഭരണം കൊണ്ടുവരുന്നതും. പക്ഷെ അവർ പെരുമാറുന്നതിനേക്കാളേറെ സുന്ദരമായി ഞങ്ങളോട് പെരുമാറുന്ന ഒരു ഭരണാധികാരിയെ അവർക്ക് കാണാൻ സാധിച്ചു. ജനനായകർ എന്ന് പറയുന്നത്, ഞാനിങ്ങനെ പോരുമ്പോൾ 4 ഫ്ലെക്സ് ബോർഡ് കണ്ടു, ജനനായകൻ എന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, ജനനായകർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, ജനങ്ങളെ കാണുന്നവരാണ്, അവരെ കേൾക്കുന്നവരാണ്. മനസ്സ് ക്ലിയർ ആയിരിക്കണം. അഴിമതിക്കെതിരായിട്ട് ശക്തമായ ഭാഷയിൽ അദ്ദേഹം പോരാടി. അഴിമതിക്കെതിരായിട്ട് ശക്തമായ എന്തിനാണ് ഒരാൾ പൊതുപ്രവർത്തകനാകുന്നത്? ഞാനൊരു രാഷ്ട്രീയ യുവജന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ്. ഞാൻ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുന്നു, അതിൽ കക്ഷിയും രാഷ്ട്രീയവും ഒന്നും മാറ്റമൊന്നുമില്ല. ഒരാൾ പൊതുപ്രവർത്തകനാകുന്നത് നാളെ എന്തെങ്കിലും ആയിത്തീരണമെന്ന ആഗ്രഹത്തിലാണ്. ആർക്ക്? നിങ്ങൾക്കോ ഈ നാട്ടിലെ സമൂഹത്തിനോ അല്ല, ആകുന്ന ആൾക്ക്. രാഷ്ട്രീയക്കാർ വേദിയിൽ തിരക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരിക്കൽ പോലും ഒരു ചിത്രത്തിൽ തിരക്കാൻ പോകാതെ 45 വയസ്സോളം എത്തിയ ഞാൻ, അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, എന്തിനാ തിരക്കുന്നതെന്നറിയോ? നാളെ തൻ്റെ ചിത്രം പത്രത്തിൽ വരുമ്പോൾ മുന്നിൽ നിന്ന് കാണാനാണ്. ആരൊക്കെ അത് കാണുമെന്നറിയോ? അയാൾ മാത്രം. വേറെ ആരും അയാളുടെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടില്ല, ആസ്വദിക്കില്ല. അദ്ദേഹത്തിന് മാത്രം ഒരു സമാധാനം, ഒരു സ്വസ്ഥത, അതിനു വേണ്ടിയുള്ള തിരക്കിൽ. അപ്പം നാളെ എനിക്ക് എന്തെങ്കിലും ആയിത്തീരാൻ എളുപ്പത്തിൽ പറ്റുന്ന ഒരു വർക്കാണ് പൊളിറ്റിക്സ്, രാഷ്ട്രീയം എന്ന് കരുതുന്നിടത്തേക്ക് പുതിയ കാലത്ത് വരുമ്പോൾ ഈ പുസ്തകത്തിന് കുറഞ്ഞ പേജുകളെ ഉള്ളുവെങ്കിൽ 1000 അർത്ഥങ്ങളുള്ള വാക്കുകൾ കൊണ്ട് വളരെ മനോഹരമായിട്ടും ലളിതമായിട്ടും ഈ പുസ്തകത്തെ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങകലെ കാതങ്ങൾക്കപ്പുറം യൂഫ്രട്ടീസ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന മരത്തിൻ്റെ പാലം, ആ പാലത്തിൻ്റെ വിള്ളലുകളിൽ തട്ടിയിട്ടൊരാട്ടിൻകുട്ടിയുടെ കാലിൽ നിന്ന് ചോര വാർന്നൊലിക്കാൻ കാരണമായാൽ നാളെ ഈ ലോകം പടച്ച് പരിപാലിച്ചു വളർത്തുന്ന സൃഷ്ടാവായ തമ്പുരാനോട് ഞാൻ സമാധാനം പറയേണ്ടി വരില്ലേ എന്ന് ചോദിച്ച നീതിമാനായ ഭരണകർത്താവിൻ്റെ ചരിത്രം എന്ന് ഗ്രന്ഥകർത്താവിനോട് ഞാൻ സംസാരിച്ചു. സമ്പൂർണ്ണമല്ല, ഈ ആമുഖത്തിലും അദ്ദേഹം പറയുന്നുണ്ട് ഇത് ജീവചരിത്രമല്ല എന്ന്. പക്ഷേ ഈ വരികൾ അങ്ങനെ കൊണ്ടുപോകും. എന്നാണ് നമ്മുടെ രാഷ്ട്രീയം ഇത് പകർത്തുക? എന്നാണ് നമ്മുടെ രാഷ്ട്രീയ ബോധം? ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കി. ഇവിടെ പറഞ്ഞല്ലോ, ആമുഖ സംസാരത്തിൽ പറഞ്ഞല്ലോ, ജില്ലകളും ഉപജില്ലകളും ഉണ്ടാക്കി, അതിർത്തികൾ ഉണ്ടാക്കി, വില്ലേജുകൾ ഉണ്ടാക്കി, അദാലത്തുകൾ സംഘടിപ്പിച്ചു, അദാലത്തുകൾ സംഘടിപ്പിച്ചു. ഈ എന്താ പറയുക, ഇന്റർനെറ്റ് കാലത്ത് തന്നെ ജനപ്രതിനിധികൾ അദാലത്ത് വെക്കുമ്പോൾ അവിടെ മനുഷ്യരുടെ ഒരു മഹാസമ്മേളനമാണ്. പ്രശ്നങ്ങൾ പറയാൻ വന്നതാണ്. ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല. നിങ്ങൾ മലപ്പുറത്തെ കലക്ടറേറ്റിന്റെ വരാന്തയിൽ 5 മിനിറ്റ് പോയി നിൽക്കുവോ? നിങ്ങൾക്ക് 100 പേരെ കാണാം. അവർ കലക്ടറെയും ഉദ്യോഗസ്ഥന്മാരെയും കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഹസ്തദാനം നൽകിയിട്ട് അവരോട് ചോദിക്കുവോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ടോന്ന്? 90 പേരും പറയും ആയിട്ടില്ലെന്ന്. നിരാശരായിട്ട് തിരിച്ചു പോവുകയാണ്. ഇതാ ഈ ഭരണാധികാരിയോ അയക്കുക, ഒന്ന് കണ്ടാൽ മതി, കാര്യം തന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേക്കും പരിഹാരമുണ്ടാക്കി കൊടുത്ത നീതിമാനിൽ നീതിമാനായ ഭരണാധികാരി. അതുകൊണ്ടായിരിക്കണം ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്ന് ഈ രാഷ്ട്രം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണെന്ന് പറഞ്ഞു വെച്ചത്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവും ഖലീഫ ഉമറിനെ കുറിച്ച് തൻ്റെ ഒരു പുസ്തകത്തിൽ 20ഓളം പേജുകളിലാണ് വർണ്ണിച്ചത്, വിവരിച്ചത്. ഇന്നും ലോകം നീതിമാൻ. ആരാണ് നീതിമാർക്ക് മാതൃക? ലോകത്തെ സ്വാധീനിച്ച 100 മഹാന്മാരുടെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് മൈക്കൽ എച്ച് ഹാർട്ട്. ആ പുസ്തകത്തിൽ 53-ാമത്തെ പേര് ഖലീഫ ഉമറിൻ്റെതാണ്. ആദ്യത്തെ പേര് ഖലീഫ ഉമറിൻ്റെയും എൻ്റെയും നിങ്ങളുടെയും മാർഗദർശിയായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. ഒരു ഭരണാധികാരി. അപ്പൊ ഈ ഭരണാധികാരിക്ക് തുടർച്ച ഉണ്ടായി. പകരക്കാരൻ ആധുനിക ലോകത്ത് എവിടെയാണ്? എല്ലാം കണ്ടെത്തിയിട്ടും സ്വന്തം ഓഫീസ് മുറിയിലിരുന്ന് ലോകത്തെ കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ ജനപ്രതിനിധികളും ഭരണാധികാരികളും മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. തെരുവിലുറങ്ങുന്ന മനുഷ്യന്മാരെ കാണാത്തവർ, ഒരു വീടിനു വേണ്ടി ലോക്കൽ ബോഡി ഗവൺമെന്റുകളുടെ ഓഫീസുകളുടെ മുന്നിൽ കയറിയിറങ്ങുന്ന പാവങ്ങൾ, അവരുടെ ദയനീയ മുഖങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് പുതിയ കാലത്തിന്റെ ഇന്നത്തെയും ചിത്രമെങ്കിൽ നോക്കൂ, ഈ ഖലീഫ ഭരണാധികാരിയായിരുന്നു, പക്ഷെ കൊട്ടാരമുണ്ടായിരുന്നില്ല. ഈ ഖലീഫക്കൊന്ന് കിടന്നുറങ്ങാൻ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല.
ഈ ഖലീഫ ഒരിക്കലും പട്ടുമെത്തയിൽ കിടന്നിട്ടില്ല. ഈ ഖലീഫ ലോകത്തിന് വെളിച്ചമായവനാണ്. പക്ഷെ ഇന്ധനമില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ ലൈറ്റ് അണച്ച് കിടന്നുറങ്ങിയവനാണ്. സ്വന്തം വീട്ടിൽ ഇന്ധനമില്ലാത്തതിൻ്റെ പേരിൽ ലൈറ്റ് അണച്ച് കിടന്നുറങ്ങിയവൻ. സ്ത്രീത്വം, ഇസ്ലാമിനെയും സ്ത്രീ സമൂഹത്തിന്റെ പുരോഗതിയെയും കുറിച്ച് വലിയ വർത്താനാണല്ലോ തെരുവിൽ നടക്കുന്നത്. നമ്മൾ പയഞ്ചന്മാരാണെന്നും സ്ത്രീ വിരോധികളാണെന്നും ഒക്കെയാണല്ലോ വർത്തമാനം നടക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, സ്ത്രീത്വത്തിന്റെ മാന്യത ഉയർത്തിപ്പിടിച്ചു. നമ്മുടെ പ്രവാചകന്റെ പിന്തുടർച്ചയാണ് ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്ത് വരുമ്പോൾ, ഭൂജാതനാകുമ്പോൾ, പെൺകുട്ടികൾ ജനിച്ചാൽ ആ പെൺകുട്ടികളെ ഒരു കുഴി കുഴിച്ചിട്ട് കുഴിച്ചു മൂടണം എന്ന പ്രാകൃത സംസ്കാരം നിലനിന്നൊരു നാട്ടിലേക്കാണ് റസൂലുള്ള പറന്നു വീഴുന്നത്. കണ്ടു നിന്നോ? പ്രതിരോധിച്ചില്ലേ? പെണ്ണ് സമൂഹത്തിന്റെ ഭാഗമാണെന്ന് അവരോട് വിളിച്ചു പറഞ്ഞില്ലേ? കൂടെ കൂടാൻ ഒരാളില്ലാതെ വന്നപ്പോഴും ചുറ്റുവട്ടത്ത് കല്ലേറുകൾ സഹിച്ചപ്പോഴും ആ വാക്കിൽ ഉറച്ചു നിന്നില്ലേ? ആലോചിച്ച് നോക്കൂ, പെണ്ണ് സമൂഹത്തിന്റെ ഭാഗമാണെന്ന്. വീട്ടിലൊരു പെൺകുട്ടി ജനിച്ചാൽ പെൺകുട്ടിക്ക് പേരിടുന്ന ചടങ്ങല്ലല്ലോ അവിടെ നടന്നിരുന്നത്. ആ വീട്ടിന്റെ മുറ്റത്തൊരു കുഴി കുഴിക്കാനുള്ള ഏർപ്പാടായിരുന്നു നടന്നിരുന്നത്. എന്തിനാണെന്നറിയോ? ജനിച്ച കുഞ്ഞിനെ കുഴിച്ചു മൂടാൻ. പെൺകുട്ടിയായതിന്റെ പേരിൽ കുഴിച്ചു മൂടപ്പെട്ട കുഴിയിൽ നിന്ന് പെൺകുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സ്വത്തവകാശം എഴുതി വെച്ചു റസൂലുള്ള. ആ ദൗത്യത്തെ തന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു പെണ്ണിന്റെയും കണ്ണീര് വീഴാതിരിക്കാൻ രാത്രിയിൽ ഉറങ്ങിയില്ല നമ്മുടെ ഖലീഫ. രാത്രി ഉറങ്ങിയില്ല നമ്മുടെ ഖലീഫ. സ്വന്തം മകന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുന്നില്ലെന്ന് വന്ന് പരാതി പറഞ്ഞപ്പോൾ ആ പദവിയിൽ നിന്ന് മകനെ മാറ്റി. അത് മാത്രമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ തന്റെ കുടുംബക്കാരെയും തന്റെ സുഹൃത്തുക്കളെയും തന്റെ ബന്ധുമിത്രാദികളായ ഒരാളെയും ഒരധികാര പദവിയിലേക്കും അദ്ദേഹം കൊണ്ടുവന്നില്ല. ഞങ്ങൾ അങ്ങയുടെ കുടുംബക്കാരല്ലേ എന്ന് ചോദിച്ചവരോട് അദ്ദേഹം കയർക്കുകയാണ് ചെയ്തത്. ഈ വിഷയത്തിന് ബന്ധുക്കളെയും കുടുംബക്കാരെയും വേണ്ടപ്പെട്ടവരെയും ആദ്യം കൈപിടിച്ചൊതുക്കുന്ന പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ബന്ധുക്കളെ തന്റെ അധികാര പദവിയിൽ നിന്ന് അകലെ നിർത്തിയ ഖലീഫ ഉമറിലേക്കുള്ള ദൂരം ഈ ലോകത്ത് കൂടിക്കൂടി വരികയാണല്ലോ എന്ന് ഞാൻ ഈ പുസ്തകത്തിന്റെ താളുകളിലൂടെ അല്പസമയം എൻ്റെ കണ്ണ് പായിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി. ഞാൻ പ്രിയപ്പെട്ട ജാബിർ അവറുകളോട് പറയുന്നു, എല്ലാ ജനപ്രതിനിധികൾക്കും ഇതൊരു കോപ്പി കൊടുക്കണം, ഒരു കോപ്പി എത്തിച്ചു കൊടുക്കണം. അവരിത് വായിച്ചു പഠിക്കട്ടെ. ഒരു പുതിയ ലോകക്രമം ഉണ്ടാവട്ടെ. പുതിയ ലോകക്രമം മനുഷ്യന്മാരെ കേൾക്കാൻ ഒരാൾ തീരുമാനിക്കുന്നതോടുകൂടി ഈ ചെയ്തു കൊടുക്കുന്നതൊക്കെ അപൂർവം കാര്യങ്ങളെ നടക്കുള്ളൂ. കേട്ടാൽ എന്തോ ഒരു സന്തോഷാന്നറിയോ? ചില പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരം എന്താണെന്നറിയോ? അത് മുഴുവൻ കേൾക്കുക, എന്നിട്ട് മൂർധാവിൽ തലോടിയിട്ട് പറയാ സാരല്ല, സാരല്ല. മൂർധാവിൽ തലോടിയിട്ട് സാരല്ല. ഇത്രയേ ഉള്ളൂ. ഞാനൊരു ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആളാണ്. ഒരു പെൺകുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു. എനിക്ക് പിതാവില്ലെന്നും അവർ മരണപ്പെട്ടു പോയതാണെന്നും എൻ്റെ ഉമ്മക്ക് കഴുത്തിൽ ഒരു മുഴ വന്നതുകൊണ്ട് തിരൂരങ്ങാടി MKH ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് വിധേയനാകേണ്ടി വരുന്നുവെന്നും ഓർക്കുമ്പോൾ കരച്ചിലാണ് വരുന്നതെന്നും ഞാൻ എന്താണ് ചെയ്യുക എന്നും ചോദിച്ചൊരു മെസ്സേജ് ആയിരുന്നു അത്. ഞാൻ ആ കുട്ടിയോട് ഉമ്മയെയും കൂട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായി സംസാരിച്ചു. അവരുടെ ഇൻഷുറൻസ് കഴിച്ച് ബാക്കി തുക കുറച്ചും കൂടി അവർ ലെസ് ചെയ്ത് കൊടുത്തു. കയ്യിലുണ്ടായിരുന്ന പണത്തിന് ചികിത്സ തേഞ്ഞു. എനിക്കൊരു രൂപൻ്റെ നഷ്ടം ഉണ്ടായിട്ടില്ല. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ പോലും ആ കുട്ടിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് രാവിലെ ആ കുട്ടി വിളിച്ച് വർത്തമാനം പറയാൻ കഴിയാതെ വിതുമ്പുന്നത്. എന്തിനാണ് വിളിച്ചത്? വീണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമുണ്ടായതല്ല, നന്ദി പറയാനുള്ള വിളിയാണ്. നന്ദി പറയാൻ വിളി. ഈ നന്ദി ആ കുട്ടിയോട് ചെയ്യാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തതെന്ന് എൻ്റെ ചിന്തക്ക് 20 പൈസ പോലും വില വരാത്ത ഒരു ഫോൺ കോളാണത്രേ. 20 പൈസ പോലും മൂല്യമില്ലാത്ത ഒരു ഫോൺ കോളിൽ ഒരു കുട്ടിക്ക് കിട്ടിയ നീതിയിൽ നന്ദി 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 എന്ന 2 അക്ഷരം സ്വന്തം ചുണ്ടുകൊണ്ടുരിയാടാൻ കഴിയാതെ പൊട്ടിപ്പൊട്ടി കരയുന്ന ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിത പരിസരത്ത് നിന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ SSFന്റെ സാഹിത്യോത്സവത്തിലേക്ക് പോകുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: അഭികാമ്യം. പുരോഗതിക്ക് വേണ്ടി മുന്നോട്ടുള്ള ഈ യാത്ര അവസാനിപ്പിച്ച് പുരോഗതിക്ക് വേണ്ടി പിറകോട്ടൊരു യാത്ര നന്നാവുമെന്നുള്ളൊരു വാക്കുകൂടിയാണ് എനിക്ക് ഈ ചർച്ചയിൽ ഒരു ചെറിയ സമ്മാനമായിട്ട് തരാനുള്ളത്.
എല്ലാവരും പറയണത് മുന്നോട്ട്. അതുകൊണ്ടാണല്ലോ ഡിപ്പാർട്ട്മെൻ്റൊക്കെ AI വരുന്നത്. മനസ്സിലായില്ലേ? എഴുത്ത് AI ഏറ്റെടുത്തു. ഈ അടുത്ത ദിവസം ഞാൻ ഈ ചാറ്റ് GPTയോട് അലൻ നസ്റഹ് സൂറത്തിൻ്റെ തഫ്സീർ തരാമോ എന്ന് ചോദിച്ചു. മനോഹരമായ തഫ്സീറാണ് എനിക്ക് കിട്ടിയത്. അർത്ഥമല്ല, തഫ്സീർ. അതൊന്ന് പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എത്ര പേജ് വരുന്നറിയ, എത്ര പണ്ഡിതന്റെ റോളും കൈകാര്യം ചെയ്യാന്ന്. പണ്ഡിതന്റെ റോളും. അങ്ങനെയുള്ള കാലത്ത്, പുരോഗതിയുടെ കാലത്ത് ഈ യാത്ര മുന്നോട്ടോ അതല്ല അല്പം പുറകോട്ടോ ആണോ പോകേണ്ടതെന്ന് നോക്കിയാൽ ഞാൻ തീർത്ത് പറയും, പുരോഗതിയാണ് ലക്ഷ്യം, നന്മയാണ് ലക്ഷ്യം, സത്യമാണ് ലക്ഷ്യം. ബാക്കിലാണ് ആളുള്ളത്. അവിടെയാണ് ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ജീവിതം പകർത്തിയാൽ നിങ്ങൾക്ക് നല്ല ഭരണാധികാരിയാവാം, നല്ല രാഷ്ട്രീയക്കാരനാകാം, നല്ല ജനപ്രതിനിധിയാകാം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. SSFന്റെ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു എൻ്റെ മുന്നേ സംസാരിച്ച രണ്ടാളുകൾ. അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകളാണ്. ഈ പുസ്തകം ഇന്നലെയാണ് കയ്യിൽ കിട്ടുന്നത്. പക്ഷെ ഞാൻ ഒറ്റ അടിക്ക് ഇരുന്ന് വായിച്ചു അത് മുഴുവൻ. അത് ചില പുസ്തകങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ചില പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിച്ചിട്ട് നിർത്താൻ കഴിയുള്ളൂ. അതിന് പ്രത്യേകിച്ചൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ എഴുതുന്ന ആള് കൈകാര്യം ചെയ്യുന്ന ഭാഷയുടെ പ്രത്യേകത. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ 1-2 അധ്യായം കഴിഞ്ഞു കഴിഞ്ഞാൽ മടക്കി വെക്കാൻ തോന്നും. കാരണം നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭാഷാ ശൈലി ഇപ്പോൾ പുതിയ എഴുത്തുകാർക്കില്ല. അത് എങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും ശരിക്കറിയില്ല. കാരണം ഈ എല്ലാ ഭാഷയ്ക്കും ഒരു താളമുണ്ട്. അത് ലോകത്ത് ഏത് ഭാഷയായാലും മലയാളത്തിനും നല്ല താളമുണ്ട്. അപ്പോൾ ഈ ഗദ്യത്തിൽ നിന്നാണ്, ഇപ്പോൾ പദ്യത്തിൽ നിന്നാണ് പിന്നെ ഗദ്യം ഉണ്ടായതോ ഗദ്യത്തിൽ നിന്ന് പദ്യം ഉണ്ടായതോ എന്നറിയില്ല. പക്ഷേ ഭാഷയുടെ താളം ആദ്യം നമ്മൾ ഭാഷയുടെ ഒരു താളം പഠിപ്പിച്ചിരുന്നു സ്കൂളിൽ, വൃത്തങ്ങളായിട്ടുമൊക്കെ. അപ്പോൾ അത് കൈകാര്യം ചെയ്ത് പഠിച്ച ആളുകൾക്ക് ഭാഷ എങ്ങനെയും കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ അവർ ഗദ്യം എഴുതിയാലും അതിന് നല്ലൊരു താളബോധം ഉണ്ടാവും. ചില ആളുകൾ സംസാരിക്കുമ്പോൾ തന്നെ കേട്ടിരിക്കാൻ തോന്നും, അത് നല്ല കവിതയായിരിക്കും. ചില ആൾക്കാരുടെ സംസാരം ഒരു കവിത പോലെയാണ്, നമ്മൾ കേട്ടിരിക്കാം, നമ്മൾ അവരെ വായിൽ കയറിയിരിക്കാൻ തോന്നുന്നു പറയും. അങ്ങനെ ജന്മന കിട്ടുന്നത്, കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത്, നാട്ടിൽ നിന്ന് കിട്ടുന്നത്, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്നത്, അങ്ങനെ ഓരോരുത്തർക്കും നല്ല ഭാഷാശുദ്ധി ഉണ്ടാവും. അപ്പോൾ ഞാൻ ജാബിറിനെ അഭിനന്ദിക്കണം എന്താണെന്ന് വെച്ചാൽ, ആ എഴുത്തിൽ നല്ല ഭാവിയുള്ളൊരു മനുഷ്യനാണ്. കാരണം നല്ലൊരു ഭാഷാശുദ്ധിയുണ്ട്. ഒരു മനുഷ്യനെ ഒരു വായന തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ വലിച്ചു കൊണ്ടുപോകുന്നൊരു അദ്ദേഹത്തിൻ്റെതായ ശൈലി, ഒരു വേറിട്ട ശൈലിയുണ്ട്. അതുകൊണ്ടാണ് ആ പുസ്തകം ഞാൻ വായിച്ചു വെച്ചത്. ഇപ്പോൾ വലിയ വലിയ വിജയിച്ച പുസ്തകങ്ങളിൽ നിന്ന് കൊട്ടിഘോഷിച്ച പല പുസ്തകങ്ങളും ഞാൻ വായിച്ച് പകുതി കാഭാവണി വായിക്കാതെ ഉപയോഗിച്ചതാണ്. എനിക്കത് കഴിയില്ല. പക്ഷെ ഈ പുസ്തകം ഞാൻ മുഴുവനായിട്ട് വായിച്ചു. പിന്നെ അത് ഈ വായന ഈ ഒരു ഇത് സത്യം പറഞ്ഞാൽ നോവലോ കവിതയോ എഴുതുന്ന പോലെയുള്ളൊരു സംഭവമല്ലല്ലോ. ഇത് മൊത്തത്തിലൊരു പഠനമാണ്. എനിക്ക് വായനയിലെ ഏറ്റവും ഇഷ്ടം, കവിതയും കഥകളൊക്കെ ഞാൻ എഴുതാറുണ്ട്, പക്ഷേ അത് എഴുതാനും മാത്രമേ ഉപയോഗിക്കുള്ളൂ. വായന ഞാൻ അത് അത്യാവശ്യം നല്ല നോക്കിയിട്ട് വായിക്കുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് പഠനങ്ങളാണ്. പഠനങ്ങൾ വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ ആളുകളെ ഇൻ്റർവ്യൂസ് കേൾക്കുക, ജീവചരിത്രങ്ങൾ വായിക്കുക, അത് നമ്മളൊരു വല്ലാതെ പ്രചോദിപ്പിക്കും. പിന്നെ അതുമല്ല, അവർ സംസാരിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ആ കാലഘട്ടത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമുക്ക് ആ വായന സഹായിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ വായിക്കൽ. അതുകൊണ്ട് ഈ പുസ്തകം ഞാൻ വായിച്ചു പോയത് ആ ഒരു പഠനത്തിൻ്റെ കാര്യം കൊണ്ട് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ പിന്നെ ഈ വിഷയം സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ള ഒരു വ്യക്തമായ ബോധമുണ്ട്. ചില്ലറ ഒരാളെ കുറിച്ചല്ലല്ലോ. ലോകത്തിലെ ഏറ്റവും നീതിമാനായ ഒരു ഭരണാധികാരി, 10-15 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും നമ്മൾ ഈ ഒരു പ്രസന്റ് നിമിഷത്തിൽ നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ അത്രയും കൊല്ലം മുന്നേ ചെയ്തു വെച്ച കാര്യങ്ങൾ ഇന്നും തുടർന്ന് പോരുന്നതിന്, അല്ലെങ്കിൽ മനുഷ്യന്മാരെ നല്ല നന്മയിലേക്ക് നയിക്കുന്നുണ്ട്
അതിന് നമ്മളെ പ്രചോദിപ്പിച്ച ഒരു മഹാനായ മനുഷ്യനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമായതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി വായിക്കാൻ താല്പര്യം കൂടും. അതിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവർ പറഞ്ഞു. കാരണം അദ്ദേഹം പിൻപറ്റിയ അത് പ്രവാചകന്റെ തുടങ്ങി വെച്ച ഒരു ജീവിത ശൈലി, ഒരു ജീവിത രീതി, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഭരണത്തിലൂടെയാണ് ലോകം കൂടുതൽ അറിയപ്പെട്ടതെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ നീതിപൂർവമായ ഭരണം, അത് ഇപ്പോൾ നമ്മൾ ഐസക് ന്യൂട്ടന്റെ ഒരു തിയറി പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രസന്റ് ചെയ്യണത് എവിടെയെന്നുള്ളതിന് അല്ലേ, അത് എവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളിടത്താണ് അതിന്റെ പ്രസക്തി. അപ്പോൾ പ്രവാചകൻ ചെയ്തു വെച്ച വലിയൊരു കാര്യം അത്രയ്ക്ക് കൊണ്ടു നടക്കാൻ വേറൊരാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു 10 വർഷക്കാലമുള്ള ഭരണം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും മാതൃകാപരമായിട്ട്, അതായത് എങ്ങനെ ഒരു ഭരണാധികാരി ആവണം എന്ന് പഠിക്കാൻ വേണ്ടി റെഫർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇതിലും കൂടുതലൊരു ഉദാഹരണം വേറെ കാണിക്കാനില്ല. അത് ഗാന്ധിജി പറഞ്ഞതിനെ കുറിച്ച് സാറ് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി പോലും ആ ഒരു ഭരണത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പുസ്തകം വായിച്ച പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഇതിന്റെ ഓരോ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ചാപ്റ്ററുകളാണ്, പക്ഷെ ഭയങ്കര നല്ല ആഴമുണ്ട് അതിന്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിയെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് നമുക്ക് അളക്കാൻ പറ്റും. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് അതിന്റെ എത്ര ചതുരശ്ര മീറ്റർ ഉണ്ട്, അത് പിന്നെ മദീനയിൽ നിന്ന് എത്ര കിലോമീറ്റർ വടക്ക്, എത്ര കിലോമീറ്റർ തിരക്ക്, നമുക്ക് ശരിക്കും ഗ്ലോബിൽ ചെക്ക് ചെയ്താൽ നമുക്ക് ഇപ്പോഴത്തെ രാജ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ജാബിറിനെ അഭിനന്ദിക്കണം എന്താണെന്ന് വെച്ചാൽ, ഒരു 10-15 നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധ ജീവിതം, അല്ലെങ്കിൽ വഴികാട്ടിയായ ഒരു ജീവിതം, ആ ജീവിതം ശരിക്കും പറഞ്ഞ പുസ്തകത്തിന്റെ കനം കൂടും. കാരണം അത് അത്രയും പറയാനുണ്ട്. കേട്ടതിന്റെ മുകളിൽ കേട്ടതുമായിട്ട് പറഞ്ഞു വന്നത് ഒരുപാട് കഥകളും ഉപകഥകളുമുള്ള ഒരു ജീവിതം സത്യം പറഞ്ഞ ഈ പോകുന്ന ഒരു ചെറിയ പുസ്തകത്തിലേക്ക് ഒതുക്കാൻ കഴിയില്ല. പക്ഷെ ജാബിർ അതിമനോഹരമായിട്ട് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഈ ചെറിയ പുസ്തകത്തിൽ എങ്ങനെ ഒതുക്കി എന്നുള്ളത് വലിയ ഒരു കൗതുകമാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ചിപ്പിന്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഈ പുസ്തകം ചെറിയൊരു ചിപ്പ് പോലെയാണ്. അതിൽ ഒരുപാട് ചെറിയ അധ്യായങ്ങളാണെങ്കിലും ശരി, അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേണ്ടത് മാത്രം പറയാണ്ടാത്ത ഒരു വാക്ക് പോലും അതിൽ പറഞ്ഞിട്ടില്ല. ഏറ്റവും നന്നായിട്ട് എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് ഇതിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 1-2 ദിവസം കൊണ്ട് ഒരു പുസ്തകം എഴുതണം എന്ന രീതിയിൽ എഴുതി തീർത്ത സാധനമല്ലത്. ഇത് എഴുതി തിരുത്തി. കാരണം ഏറ്റവും നല്ല എഴുത്തുകാരൻ എന്ന് പറയുന്നത് 100 വരി എഴുതി കഴിഞ്ഞാൽ 90 വരി വെട്ടി 10 വരി അവിടെ നിലനിർത്താൻ കഴിയുന്ന ഒരാളാണ്. ഏറ്റവും നല്ല എഡിറ്ററാണ് ഏറ്റവും നല്ലൊരു എഴുത്തുകാരൻ. അങ്ങനെ നോക്കുമ്പോൾ ജാബിർ നല്ല രീതിയിൽ ഇതിനൊരു പണിയെടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ല പണിയെടുത്തൊരു വർക്കാണ്. ഈ പഠനങ്ങൾ എഴുതുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല, അത് തീക്കളിയാണ്. പിന്നെ ആൺകുട്ടികൾ കളിക്കുമ്പോൾ മാക്സിമം തീ കൊണ്ടെങ്കിലും കളിക്കും എന്നുള്ളതാണ് ഏറ്റവും ഉള്ളത്. അപ്പോൾ ഈ പഠനം അത്രയും ചുരുക്കി, എന്നാൽ അതിൻ്റെ എല്ലാ ആഴവും പരപ്പും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ അധ്യായങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ചർച്ച ചെയ്യാൻ വന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കും എനിക്ക് ഈ ഒരു പുസ്തകം വായിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് എൻ്റെ അഭിമാനം. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ ഖലീഫ ഉമറിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്, ഞാൻ ഇപ്പോൾ നിങ്ങളൊക്കെ ആ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾ മദ്രസ മുതൽക്കുന്നത് കേട്ടും പഠിച്ചും വരുന്ന ആളുകളാണ്. എനിക്കങ്ങനെ ഒരു സംബന്ധമില്ലല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. നമ്മൾ LP ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ ഖലീഫ ഉമറിന്റെ ഒരു കഥ ഉണ്ട്. ആ കഥ ഈ നമ്മളെ ആ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് നന്മയിൽ എപ്പോഴും നല്ല കാര്യങ്ങളല്ലേ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു തരിക. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഭരണത്തിന് അതുവരെ നമ്മൾ ഭരണം കേട്ട ഭരണാധികാരികളൊക്കെ, ഏത് ഭരണാധികാരികളും നമ്മൾ യുദ്ധവും പിടിച്ചടക്കലും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷേ എന്നെ ആ ഒരു 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും ആണ്, കൃത്യമായിട്ട് ഓർമ്മയില്ല, അതിലൊരു പാഠഭാഗമാണ്. അതായത് ഈ ഖലീഫ ഉമർ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടന്ന് തങ്ങളുടെ ജനങ്ങൾ എങ്ങനെ പെരുമാറുന്ന, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ട് കണ്ടുപഠിക്കുന്ന ഒരു ഭരണാധികാരി ആ ചെറുപ്രായത്തിൽ തന്നെ നമ്മളെ മനസ്സിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അങ്ങനെ 1-2 കഥകളാണ് അതിന്ന്, പല പുരാണങ്ങളായിട്ടുള്ള 1-2 കഥകളൊക്കെയാണ് മനസ്സിൽ ചെറുപ്പത്തിൽ പതിഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് ഖലീഫ ഉമറിൻ്റെയായിരുന്നു. അപ്പോൾ നമ്മൾ വായനൻ്റെ ഒരു ഭ്രാന്തിലേക്ക് കടന്നതിന് ശേഷം
സ്കൂളിൽ നിന്നൊക്കെ ചെറിയ തോതിലുള്ള വായന, പിന്നെ നമ്മൾ വലുതായപ്പോൾ സജീവ വായനയായപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു കഥ എന്നും ചെറുപ്പം മുതൽക്കേ നമ്മൾ സ്നേഹിക്കുന്ന കഥയായതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ നമ്മൾ പറ്റുന്ന രീതിയിൽ വായിക്കാൻ ശ്രമിച്ചു. അങ്ങനെ നമ്മൾ ഖലീഫ ഉമറിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വായന കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പിന്നെ ഖലീഫ ഉമറിനെ പോലത്തെ ഒരു ഭരണാധികാരി. ഭരണാധികാരി ആണെങ്കിലും ദരിദ്രമായിട്ടൊരു ജീവിതം. അതായത് ഈ താൻ ഭരിക്കുന്ന രാജ്യത്തിലെ ഏറ്റവും എല്ലാ ആളുകളും ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ ഒരു കപ്പലിലെ ക്യാപ്റ്റന്മാർ അങ്ങനെയാണ്. ഒരു കപ്പൽ മുങ്ങുന്ന സമയത്ത് എല്ലാവരും രക്ഷപ്പെടുത്തിയിട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ മാത്രമേ അയാൾ രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ അയാൾ കപ്പലിൽ കിടന്ന് മരിക്കണം എന്നാണ് കപ്പലിലെ കപ്പിത്താന്റെ നിയമം. അതുപോലെ തന്നെ താൻ ഭരിക്കുന്ന രാജ്യത്തിലെ എല്ലാ അവസാന ആളും രക്ഷപ്പെട്ട് ജീവിതത്തിന്റെ അഭിവൃദ്ധി പ്രാപിച്ചതിന് ശേഷമേ ഏറ്റവും അവസാനമേ ഞാൻ അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റുള്ളൂ. അതാണ് ഉത്തമ ഭരണം എന്ന് അടിയുറച്ച് വിശ്വസിച്ച ഒരു മനുഷ്യൻ. എന്താ പറയാ, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മളെ വല്ലാതെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. ഞാൻ എൻ്റെ ജീവിതത്തിൽ വായനേൻ്റെ ഒരു ഗുണം കൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ജീവചരിത്രങ്ങളും വായിക്കും. എല്ലാ പരന്ന വായനയാണ്, അത് മതഗ്രന്ഥങ്ങളും എങ്ങനെയൊന്നുമില്ല. എനിക്ക് പല ഉസ്താദുമാർ ഖുർആൻ്റെ പരിഭാഷ തന്നിട്ടുണ്ട്, ഞാൻ അത് വായിക്കാറുണ്ട്. അങ്ങനെ എല്ലാ മതഗ്രന്ഥങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ എല്ലാത്തിലും നല്ലത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ എളുപ്പമാണ്. ഇപ്പം ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. കാരണം ജീവിതം വളരെ സിമ്പിളാണ്. നമുക്കൊരു കോപ്രായത്തിൻ്റെ കാട്ടിക്കൂട്ടലിൻ്റെ വെച്ചുകെട്ടലിൻ്റെ ഒന്നും ആവശ്യമില്ല. ജീവിക്കാൻ വളരെ സുഖമാണ്. ഇതുപോലത്തെ ആളുകളെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. നമുക്ക് എപ്പോഴാണ് ജീവിതം ബുദ്ധിമുട്ടായി മാറുന്നത്? നമ്മളെ ജീവിതം മറ്റുള്ളവനെ കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളെ ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടാവുന്നത്. അപ്പുറത്തെ ഒരാൾ ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതേ ബൈക്കിൽ സഞ്ചരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ബൈക്ക് സഞ്ചരിക്കണം. നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെച്ചാൽ അപ്പുറത്തെ ഒരാൾ 1500 വെക്കും, മറ്റാൾ 2000 വെക്കും. അത് ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും വെക്കുണ്ടാവുക. അതുപോലെ ഒരാൾ ഒരു 4000 രൂപ മീറ്ററിന് വിലയുള്ള ഒരു ഷർട്ട് ഇട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ വാങ്ങും. അങ്ങനെ നമ്മളെ ജീവിതം മറ്റുള്ളവനെ കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ജീവിതം കൈവിട്ടു പോകുന്നത്. ശരിക്കും ജീവിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഖലീഫ ഉമറിന്റെ ഇതിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അത് എന്നെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും പിന്നെ ദീർഘിപ്പിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താം. എന്നെ ഈ ജീവിതങ്ങളൊക്കെ നല്ലതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിരിക്കാൻ നമുക്ക് ഒരു 100-300 റുപ്യൻ്റെ മുണ്ടോ ഒരു ഷർട്ടോ ഒരു ചുരുക്കി വന്നൊരു 2000 റുപ്യൻ്റെ സാധനം മാത്രം മതി നമുക്ക് വന്നിരിക്കാൻ. അതിൻ്റെ കൂടുതലിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ അങ്ങനെ ആണ് ജീവിച്ച് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ വീട്ടിൽ ഞാൻ ഇന്നും കിടക്കുന്നത് ഞാൻ ഒറ്റ പായ വിരിച്ചിട്ടാണ് കിടക്കുക. ഞാൻ ബെഡിൽ കിടക്കാറില്ല, എൻ്റെ കുട്ടികൾ മാത്രമേ ബെഡിൽ കിടക്കാറുള്ളൂ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ടേബിളിൽ ഇരുന്നിട്ടല്ല, ഞാൻ അടുക്കളയിൽ എവിടെ വെച്ചിട്ടുണ്ടാക്കി അവിടെ നിലത്തിരുന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. അങ്ങനെ അയച്ചാലേ ഭക്ഷണം എന്നറിയുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ശീലിച്ച മനുഷ്യനാണ്. അതുമാതിരി വേനൽക്കാലത്ത് എനിക്ക് ഫാനിൻ്റെ ആവശ്യമില്ല ഉറങ്ങാൻ. എനിക്ക് ചൂട് അത്ര ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യനാണ്. ഞാൻ അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ എൻ്റെ ജീവിതങ്ങൾ അത്രയും ലളിതമാവാൻ കാരണം ഇങ്ങനത്തെ ജീവിതങ്ങൾ ഞാൻ പകർത്താൻ ശ്രമിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഖലീഫ ഉമറിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ളതെന്ന് അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ അതാണ്. ഒരു വലിയൊരു സാമ്രാജ്യം ഭരിക്കുന്ന മനുഷ്യൻ പിന്നെ എങ്ങനെ ലളിതമായി ജീവിക്കാം, അതുപോലെ ഗാന്ധിജി അതുപോലെ അഡ്വക്കേറ്റ് ആയിരുന്ന മനുഷ്യൻ ലളിതമായി എങ്ങനെ ജീവിച്ചു, ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കും ഈ അങ്ങനെ ജീവിക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ഞാനത് ഏറ്റവും വലിയ കാര്യങ്ങളാണ്. പിന്നെ ഈ പുസ്തകം ഞാൻ പുസ്തകത്തിനെ കുറിച്ച് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇറങ്ങിപ്പോകാത്ത എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം വലിയൊരു വെല്ലുവിളിയാണ് ജാബിർ ഏറ്റെടുത്തിട്ടുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുസ്തകം അവതരിപ്പിക്കുന്ന ആരുടെ മുന്നിലാണ്? ഈ ജീവിതം മുഴുവനായിട്ട് അറിയുന്ന ആളുകളെ കുറിച്ചാണ്. ഇപ്പൊ ഖലീഫ ഉമറിനെ കുറിച്ച് അറിയാത്ത ഒരു കുട്ടികൾ പോലും ഉണ്ടാവില്ല ഈ മുസ്ലിം സമൂഹത്തിൽ, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളാണെങ്കിലും ഒക്കെ. അവരുടെ ഇടയ്ക്ക് പുസ്തകം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞത് പാടി താമ്പിച്ച സാധനം തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ മൂപ്പര് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം ഈ പറഞ്ഞു കേട്ട കഥകൾ പറയുന്നത് അതിൽ കൊടുത്തിട്ടുള്ളത് ഇത്ര പോകുന്ന ഖണ്ഡികയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ അതായത് ഒരു പേജിൽ 3 കഥ കൊള്ളിച്ചിട്ടുണ്ടാവും. അതായത് അത് മാക്സിമം ചുരുക്കി ഒരു കേട്ട കാര്യം തന്നെ വീണ്ടും പറയുമ്പോഴുള്ള ആ ഒരു ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ശ്രമിച്ചിട്ടാണ് ഈ പുസ്തകം ഒരിക്കലും. ഇത് ചെറിയൊരു പുസ്തകമാണെങ്കിൽ പോലും ഇത് വലിയതാണ്. കാരണം വലിയൊരു സാധനത്തിന് ഒരു ആറ്റം ബോംബ് പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്ന
അത്രയും ഒരു ഫോഴ്സിനെ, ഒരു ആറ്റം ബോംബ് ചിലപ്പോൾ ഒരു ഫോണിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവും, ഈ മൈക്കിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് പൊട്ടിക്കഴിഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് ഊർജം പരക്കും. അതുപോലെയാണ് വലിയൊരു ജീവിതത്തിനെ ചെറിയൊരു പുസ്തകത്തിലാക്കി നമ്മളെ മുന്നിലേക്ക് വെച്ച് തന്ന ഈ ജാബിറിൻ്റെ പുസ്തകം ഇവിടെ ചർച്ച ചെയ്യാൻ അവസരം കിട്ടി എന്നുള്ളത് മാത്രമല്ല, അത് വായിക്കാൻ, അതായത് കൂടുതൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കൂടുതൽ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാധനം എനിക്ക് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല. അത് വേറെ സാധനങ്ങളായിട്ട് വായിക്കാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം വായിക്കാൻ ഈ പുസ്തകം ഇടയാക്കിയല്ലോ എന്നാണ് ഏറ്റവും വലിയ സന്തോഷം. അത് ചർച്ച ചെയ്യാൻ ഇവിടെ വന്നതിലാണ് കൂടുതൽ അത് വായിക്കാൻ എനിക്ക് ഇടയാക്കിയ ഇതിൻ്റെ എല്ലാ ആളുകളോടും ജാബിറിനോടും എൻ്റെ സ്നേഹം, നന്ദി അറിയിക്കുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും. ഖലീഫ ഉമറിൻ്റെ രാഷ്ട്രവും രാഷ്ട്രീയവും എന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ചയുടെ കോർ. ഞാനും ഷെരീഫ് സാഹിബും ഗസ്റ്റ് റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖലീഫ ഉമറിൻ്റെ വീരസാഹസിക കഥകളെക്കുറിച്ചൊക്കെ നമ്മൾ എമ്പാടും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഉള്ള ഒരു ടൈറ്റിൽ, ആ ടൈറ്റിലിൽ ഒരു പുസ്തകം എന്നുള്ളത് മലയാളത്തിലൊരു പുതിയ അനുഭവമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മളെ ഇത്തരമൊരു രചനകളിലേക്ക് കൊണ്ടുവരുന്നതും ഇത് തന്നെയാണ്. ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഖലീഫ ഉമർ എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യത്തിന്റെ അധിപൻ, പടിഞ്ഞാറൻ സാഹിത്യങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടതുപോലെ ദ ഡിക്റ്റേറ്റർ, അല്ലെങ്കിൽ ഓട്ടോക്രാറ്റ്, ദി എംപറർ, ദ കിങ്, ഇങ്ങനെ പല പദങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ്, അഥവാ പേർഷ്യൻ, റോമൻ സാമ്രാജ്യങ്ങളിലൊക്കെ അവരുടെ രാജാക്കന്മാരെയൊക്കെ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ അലക്സാണ്ടറിനെയോ ചെങ്കിസ് ഖാനെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഡിക്റ്റേറ്റർ, ഹിറ്റ്ലറെ, മുസോളിനെയൊക്കെ നമ്മൾ ഡിക്റ്റേറ്റർ എന്നാണ് പിന്നെ വിശേഷിപ്പിക്കുന്നത്. ഏകാധിപതികൾ, ചക്രാധിപതികൾ, ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഖലീഫ ഉമറിനെയും നമ്മൾ പബ്ലിക് ഡൊമൈനിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അവിടെ നിന്നുകൊണ്ട് നമ്മളൊരു റീകൺസ്ട്രക്റ്റീവ് വായന നടത്തുമ്പോൾ മറ്റൊരു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. അതാരായിരുന്നു? ഒരു ഭരണകൂടം മുഴുവൻ ഒരു വീടിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ഖലീഫ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പബ്ലിക് അദാലത്ത് വിളിച്ചുകൊണ്ട് ജനങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു ഭരണകൂടമല്ല. ഒരു ഭരണകൂടം വീടിന്റെ വാതിൽക്കൽ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയൂ. ഗർഭിണിയായ സ്ത്രീയുണ്ടോ? എൻ്റെ ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് രോഗിയെ പരിചരിക്കണമെന്നുണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാം, എൻ്റെ ഭൃത്യന്മാരെ കൊണ്ടുവരാം. നിങ്ങൾക്ക് വിശക്കുന്നോ? എൻ്റെ വീട്ടിലെ നെയ്യും റൊട്ടിയും കൊണ്ടുവരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിശാസഞ്ചാരിയായ ഒരു ഭരണാധികാരി, സാമ്രാജ്യത്തിന്റെ പല ദിക്കുകളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഭരണാധികാരി, ആ ഒരു ഭരണാധികാരിയെ നമുക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഖലീഫ ഉമറിന്റെ ചരിത്രത്തെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 7-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ ഒരു ട്രൈബൽ റൂളറെ കുറിച്ചല്ല നമ്മൾ വായിക്കുന്നത്. ഖലീഫ ഉമറിന്റെ ജീവിതം വായിക്കണമെങ്കിൽ മോഡേൺ പൊളിറ്റിക്കൽ സയൻസിന്റെയും പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെയും പല മാനകങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന ആധുനികമെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും ആധുനികമല്ല, പുരാതനമെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും പുരാതനവുമല്ല. എന്താണ് ഇന്ന് നമ്മൾ ഭരണകൂട രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബയോപൊളിറ്റിക്സ് എന്ന് പറയാറുണ്ട്. മിഷേൽ ഫൂക്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ബയോപൊളിറ്റിക്സ്. അഥവാ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഭരണകൂടം എന്ന് പറയുന്നത് ആ ഭരണകൂടത്തിന്റെ 4 അതിർത്തികൾ മാത്രമല്ല, മറിച്ച് ആ ഭരണകൂടത്തിന്റെ, ആ സാമ്രാജ്യത്തിന്റെ 4 അതിർത്തികൾക്കുള്ളിൽ വരുന്ന മനുഷ്യരെയും അവിടുത്തെ ആ മനുഷ്യരുടെ ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും തൊഴിലില്ലായ്മയും എല്ലാം കൈകാര്യം ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തൊരു മെക്കാനിസമാണ്, അവരുടെ ബയോ പവർ കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു മെക്കാനിസമാണ് ഭരണകൂടം എന്ന് പറയുന്നത്. അതല്ലാത്തവർക്ക് ആ സ്ഥാനത്ത് നിൽക്കാൻ അധികാരമില്ല എന്നാണ് മിഷേൽ ഫൂക്കോ പറയുന്നത്. യഥാർത്ഥത്തിൽ ഖലീഫ ഉമറിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടി മുകളിലേക്ക് നമുക്ക് വായിക്കേണ്ടി വരും. അഥവാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂഫ്രട്ടീസ് നദീതീരത്ത് ഒരു ആട്ടിൻകുട്ടി മരണപ്പെട്ടാൽ അതിന് ഈ ഖലീഫ ഉമർ നാളെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ലൗ മാത്ത ഷാത്തുൻ അലാ ഷത്തിൽ ഫുറാത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. യൂഫ്രട്ടീസ് നദീതീരത്ത് ഒരു ആട്ടിൻകുട്ടി മരണപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ യൂഫ്രട്ടീസ് എന്നുള്ളത് മദീനയിൽ നിന്ന് 1000 കിലോമീറ്ററുകൾ അപ്പുറത്താണ്, 1000-ലേറെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ 20 രാഷ്ട്രാതിർത്തികൾക്ക് അപ്പുറം പരന്നു കിടക്കുന്നതാണ് ഖലീഫ ഉമറിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത്. അവിടെ
ഒരു ആട്ടിൻകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു ജീവജാലം മാത്രമാണ്, മനുഷ്യനല്ല. ആ ജീവജാലത്തിന്റെ ജീവൻ പോലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ബയോപൊളിറ്റിക്സ് എന്ന് നമ്മൾ ആധുനികമെന്ന് വിചാരിക്കുന്ന പലതിനു മുമ്പ് ഖലീഫ ഉമർ അത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കണം. ചർച്ച ഒരുപാട് വൈകിട്ടുണ്ടല്ലോ. നമ്മൾ ഒരുപാട് ആദർശ രാഷ്ട്രങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്ലേറ്റോയുടെ കാലത്ത് അദ്ദേഹം തന്റെ റിപ്പബ്ലിക്കിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ദി വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതാണ്. വെൽഫെയർ സ്റ്റേറ്റ് അല്ല, ഐഡിയൽ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും അവരുടെ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ മാത്രമാണ് ഒരു ഭരണകൂടം, ഒരു ജനാധിപത്യ ഭരണകൂടം സാർത്ഥകമാകുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഫിലോസഫർ കിങ് എന്നുള്ളതാണ്. അവിടുത്തെ രാജാവ് ഒരു ഫിലോസഫർ ആയിരിക്കണം, ഒരു തത്വചിന്തകനായിരിക്കണം എന്ന് മാത്രമല്ല അയാൾ ലളിത ജീവിതം നയിക്കുന്ന ആളായിരിക്കണം, ജനങ്ങളുമായിട്ട് നിരന്തരം ഇടപഴകുന്ന ഒരു ആളായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട തത്വം. ഇതേപോലെ ഇസ്ലാമിക തത്വചിന്തയിലേക്ക് വരുമ്പോൾ അബുൻ നസ്ർ അൽ ഫാറാബിയുടെ അൽ മദീനത്തുൽ ഫാദില എന്നൊരു ഒരു രാഷ്ട്രസങ്കല്പത്തെ കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. അഥവാ ഇസ്ലാമിക ദാർശനിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആ ഒരു രാഷ്ട്രം അദ്ദേഹം രൂപപ്പെടുത്തുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ തോമസ് മൂറിന്റെ യുട്ടോപ്യ എന്നൊരു സങ്കല്പം കാണാൻ കഴിയും. അഥവാ സ്വകാര്യ സ്വത്തുക്കളില്ലാത്ത, എല്ലാം പൊതു സ്വത്തുക്കളായി മാറുന്ന, പോലീസ് ഇല്ലാത്ത, പട്ടാള ക്യാമ്പുകളില്ലാത്ത, ജയിലുകളില്ലാത്ത ഒരു രാഷ്ട്രത്തെ കുറിച്ച് തോമസ് മൂർ സ്വപ്നം കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തായിരുന്നു ഇവരിങ്ങനെ ഒരു രാഷ്ട്രത്തെ സ്വപ്നം കാണാനുള്ള കാരണം? അതിലൊന്ന് പ്ലേറ്റോ അന്നത്തെ ഏതൻസിലെ ഭരണകൂടത്തിന്റെ അതൃപ്തിയൊക്കെ പ്രമേയമാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രം സ്വപ്നം കാണുന്നത്. അബുൻ നസ്ർ അൽ ഫാറാബി അന്നത്തെ അബ്ബാസി ഭരണാധികാരികളുടെ ആഡംബര ജീവിതം, അവരുടെ ജനങ്ങളുമായിട്ടുള്ള അകൽച്ച, ഇതൊക്കെ പ്രമേയമാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു നഗരത്തെ സ്വപ്നം കാണുന്നത്. തോമസ് മൂർ അന്നത്തെ ഇംഗ്ലണ്ടിലെ ഹെൻറി എട്ടാമന്റെ ഭരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അഥവാ നിലനിൽക്കുന്ന ഭരണകൂടത്തോടുള്ള അവരുടെ അതൃപ്തിയും അവരുടെ പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തുകയായിരുന്നു ഇങ്ങനെ ഒരു രാഷ്ട്രസങ്കല്പം മുന്നോട്ട് വെക്കുന്നതിലൂടെ അവര് ലക്ഷ്യം വെച്ചത്. ഞാൻ ആലോചിക്കുന്നത് ഇതവര് ഒരു സ്വപ്നം എന്നുള്ളതിലേക്കാണ് പങ്കുവെക്കുന്നത്. എന്നാൽ ഇത് പ്രയോഗിച്ച് കാണിച്ചു കൊടുത്ത ഭരണാധികാരികൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. അതിനുശേഷവും അതുപോലത്തെ ഭരണാധികാരികൾ വന്നിട്ടുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പോലെയുള്ള ഒരുപാട് ഭരണാധികാരികൾ. അക്കാലഘട്ടത്തിലെ ഓരോ പൗരനും ശരാശരി സാമ്പത്തിക നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. സക്കാത്ത് സ്വീകരിക്കാൻ പോലും ഒരു മനുഷ്യൻ തന്റെ സാമ്രാജ്യത്തിൽ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഓരോ മനുഷ്യന്റെയും സാമ്പത്തിക നിലവാരം ശരാശരിക്ക് മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എല്ലാവരും APL കാർഡുകാരാവുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. BPL കാർഡുകാരായിട്ട് ഒരു രാജ്യത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ലാതിരിക്കുക. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്? 60-ലേറെ മനുഷ്യർ, അഥവാ രാജ്യത്തിന്റെ 99% സ്വത്തും രാജ്യത്തെ 1% മനുഷ്യരുടെ കൈകളിലാണ് എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു സാമ്പത്തിക വിഭജനം അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഖലീഫ ഉമറിന്റെയും ഉമർ ബിൻ അബ്ദുൽ അസീസ് പോലുള്ള ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്ത പല ഭരണാധികാരികളുടെയും ഭരണത്തെ നമ്മൾ വായിക്കേണ്ടത്. അതുപോലെ നമ്മൾ ഖലീഫ ഉമറിന്റെ ഭരണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് അന്ന് സ്വീകരിച്ചിരുന്ന ഭരണത്തിന്റെ മെക്കാനിസമാണ് പ്രവിശ്യകളായി വിഭജിക്കുക. അന്നൊരു പക്ഷേ ഒരു ജനാധിപത്യ ഭരണകൂടം അന്ന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു ജനകീയ ഭരണം സാധ്യമാക്കുന്നതിൽ ഖലീഫ ഉമർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്കിനെയാണ് നമ്മൾ വ്യത്യസ്ത തലങ്ങളിലൂടെ ഇതിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ബൈജു ഏട്ടനും അതുപോലെ ഷെരീഫ് സാഹിബൊക്കെ ഈ പുസ്തകം വായിച്ചുകൊണ്ട് അറിയിച്ച നല്ല വാക്കുകൾക്ക് കൃതജ്ഞതകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വിശാലമായ ഒരു പഠനത്തെ ചെറിയ വാക്കുകളിലൂടെ നമ്മെ വായിക്കാൻ പ്രചോദിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ആ പുസ്തകം നമ്മുടെ ഈ IPBയുടെ നമ്മളിവിടെ ഒരുക്കിയ പുസ്തകഗ്രാമിൽ തന്നെ ലഭ്യമാണ്. വായിക്കാൻ ശ്രമിക്കുക, സ്വന്തമാക്കുക, വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ലളിതമായ ജീവിതം നയിക്കുകയും ആ ജീവിതത്തെ ഇങ്ങനെ എപ്പോഴും പ്രജകളോട് ബോധ്യപ്പെടുത്താനും അവിടെ നിന്ന് കാണിച്ച ഒരു ഗൗരവം, അത് യഥാർത്ഥത്തിൽ ഭരണാധികാരികൾക്ക് എന്ന് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കൊക്കെ ഈ തെറ്റിദ്ധാരണകൾ നീക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളത് എപ്പോഴും നല്ല കാര്യമാണ്. ഒരു സദസ്സിലേക്ക് വൈകി എത്തുമ്പോൾ എനിക്ക് ആകെ ഒരു കമ്മീസാണ് ഉണ്ടായിരുന്നത്, അത് അലക്കിയിട്ടപ്പം അത് ഉണങ്ങി വരാനെടുത്തൊരു സമയമാണ് എനിക്ക് വൈകിയത് എന്ന് ഖലീഫ ഓർമ്മപ്പെടുത്താൻ.
ഒരു കമ്മീസിന് ഒരു കഷ്ടം കൂടി അതിനെ തുന്നി ചേർത്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചതുപോലെ പൊതുജനങ്ങളിൽ നിന്ന് ഒരു ശീല മാത്രമാണ് എനിക്കും കിട്ടിയത്. പക്ഷേ ഞാൻ അല്പം നീളമുള്ളതുകൊണ്ട് എൻ്റെ മകൻ്റെ കമ്മീസിൻ്റെ ശീല എടുത്തതിൽ തുന്നി ചേർത്തതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഇതാരും ചോദിച്ചിട്ടല്ല. അങ്ങനെ ഒരു സമീപനം ഭരണകർത്താക്കളിൽ വിശേഷിച്ചും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അതൊരു ഒരു 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 നമ്മുടെ തെറ്റിദ്ധാരണകൾ നീക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ കൂടി ഭാഗമാണ്. എൻ്റെ ഞാൻ നടത്തിയ നടപടിക്രമങ്ങളൊക്കെയും അത് എൻ്റെ സ്വന്തം തീരുമാനങ്ങളായിരുന്നല്ല. ഞാൻ എൻ്റെ മുന്നിലേക്ക് ഇത്തരം വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ മനസ്സിൽ കൊണ്ടുവരും. അവിടത്തേക്ക് ഈ വിഷയം എത്തുമ്പോൾ അവിടെ എന്തായിരുന്നു ഇതിന് പരിഹാരം സ്വീകരിച്ചിരുന്നത് എന്നിടത്തേക്ക് എൻ്റെ മനസ്സിനെ കൊണ്ടുപോയി. ആ പരിഹാരത്തെയാണ് ഞാൻ എൻ്റെ ഭരണകാലത്തൊക്കെയും നടപ്പിലാക്കിയത് എന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വാക്കുകൾ നമുക്ക് കൂടുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കാൻ, പഠിക്കാൻ, ഗ്രഹിക്കാൻ, വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ, അതിൻ്റെ ജീവിത സംഹിതയെ, അത് സ്വീകരിക്കുന്ന മദീന രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഒക്കെ പശ്ചാത്തലങ്ങളെ പഠിക്കാനൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ പ്രേരണയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് ഈ പുസ്തക ചർച്ച നമുക്ക് നൽകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി ഇതിലെത്തിയ അതിഥികൾക്ക് എല്ലാവർക്കും സന്തോഷങ്ങൾ രേഖപ്പെടുത്തി. നമ്മൾ സമയം കുറച്ച് അല്പം വൈകിയതുകൊണ്ട് ഇത് മറ്റു ചർച്ചകളിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്കിത് കൂടുതൽ വായിക്കാൻ പുസ്തകം ലഭ്യമാണ്. എല്ലാവർക്കും സന്തോഷങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.